ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ന്യൂയോർക്ക് മോഡൽ റോഡിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആണ്ടിക്കുളം, കൊടുങ്ങല്ലൂർ ടു ആണ്ടിക്കുളം വരെയുള്ള റീച്ച് അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പാട്ടാണ് ഇപ്പോൾ നമ്മുടെ കരുവന്നൂർ പുഴ അതിൻ്റെ ഭാഗമാണ് കാണുന്നത്. നമ്മുടെ വിത്ത് ഉൽപ്പാദന കേന്ദ്രം നമ്മുടെ നടവരമ്പ് എത്തുന്നതിനുമുള്ള ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് നമ്മുടെ വീഡിയോ അവസാനിച്ചത്. അപ്പോൾ ഇവിടെ അമ്പലമുണ്ട്, അതുപോലെ തന്നെ ആണ്ടിക്കുളമോ അങ്ങനെ എന്താണ് കുളത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളിങ്ങി കുറുക്കാഞ്ചേരി വരെയുള്ള നമ്മുടെ ബാക്കിയുള്ള വൈറ്റ് റോഡിൻ്റെ വീഡിയോസ് പകർത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ നടവരമ്പ് സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വർക്കുമായിട്ട് ഏകദേശം 60ഓളം ചെറിയ ഓവുചാലുകളും അതുപോലെ തന്നെ ചെറിയ 7 പാലങ്ങളും, കണിമംഗലം പാലടക്കം ഏകദേശം 7 പാലങ്ങളും പുതിയതായിട്ട് പുനഃസ്ഥാപിക്കുകയുണ്ടായിട്ടാ. ഏകദേശം 20 കോടി രൂപയോളം നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് സെപ്പറേറ്റ് ചിലവ് മാറ്റി വെച്ചാണ് കേട്ടോ. അതുകൂടാതെ വാട്ടർ ലൈനിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ മാറ്റുന്നതിനായിട്ട് വേറെ, അതുപോലെ തന്നെ കേബിൾ കണക്ഷനുകളുടെ ഭാഗം വേറെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നടവരമ്പ് ക്രിസ്ത്യൻ പള്ളിയാണ് കാണുന്നത്. അതിനോട് ചേർന്നൊരു കല്യാണ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പള്ളിയിൽ വന്ന് ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷ്ണുത മുന്നോട്ട് പോവുകയാണ്. നടവരമ്പ് സെൻറ്റർ ആ ഒരു വളവ് അതിമനോഹരമായ വളവാണ്. ഈ ഒരു വളവിൽ കൂടുതൽ ഡേഞ്ചറാണ് കേട്ടോ. മുന്നൊരു ആംബുലൻസൊക്കെ ഓർമ്മയുണ്ടോ? ഈ ഒരു ഭാഗത്ത് രോഗിയായിട്ട് പോകുന്ന സമയത്ത് മറ്റൊരു അപകടത്തിൽപ്പെട്ട് കൂടുതൽ പേർക്ക് അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു നടവരമ്പ് ആ വളവൊക്കെ എത്തുന്നതിന് മുന്നായിട്ട് കുറച്ച് ഓട്ടുപാത്രങ്ങളുടെ കടകളും അതേപോലെ തന്നെ കുറച്ച് മറ്റേ വിഗ്രഹങ്ങൾ അങ്ങനെയുള്ള ഓട്ടുവിളക്കുകൾ, അലൂമിനിയം പാത്രങ്ങൾ കടകളൊക്കെ ആ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. നമ്മുടെ വിഷ്വൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള നമ്മുടെ NS66 പോലെയല്ല ഈ ഒരു റോഡിലൂടെ നമുക്ക് ഡ്രോൺ പറത്താനായിട്ട് കുറച്ച് അധികം റിസ്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിലായിട്ട് ഒരു പവർ ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫുള്ള് മരങ്ങളാണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്ക് നല്ലൊരു ഹൈറ്റിൽ ഈ ഒരു ഭാഗത്ത് കൂടെ പറത്താനായിട്ട് സാധിക്കുന്നുള്ളൂ. നമ്മുടെ ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുണ്ട്. പണ്ട് വണ്ടി അടിച്ച സമയത്ത് കണ്ണിൻ്റെ ഒരു ഭാഗത്തൊക്കെ കുറച്ച് ഡാർക്ക് മാർക്കൊക്കെ വന്ന സമയത്ത് ഈ ഒരു ഹോസ്പിറ്റലിലാണ് വന്നത്. ഒരിക്കലും മാറില്ലാന്ന് വിചാരിച്ച സംഭവം ഉണ്ട്. ആ ഒരു ഡോക്ടറെ പേര് കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് വന്ന സമയത്ത് അവിടുത്തെ ഒരു ഐ ഡോക്ടറാണ് നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കണ്ണിൻ്റെ അടുത്ത ആ ഡാർക്ക് മാർക്കൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഐ ഡോക്ടറും സ്കിൻ ഡോക്ടറും കൂടി ആ ഒരു പുള്ളിയാണ്, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. അങ്ങനെ നമ്മളിത് ചന്തക്കുന്നൊക്കെ കഴിഞ്ഞ് നമ്മുടെ പള്ളിയല്ലേ, നമ്മുടെ ഈ ഒരു തൃശ്ശൂർ റൂട്ടിൽ വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ പോലെ അപ്പോൾ അവിടെ മഠത്തിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പാലം ഉണ്ടാക്കി കാണുന്നത്. നമ്മുടെ ഈ ചന്തക്കുന്നും ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇരിഞ്ഞാലക്കുട എത്തി നമ്മൾ ഇരിഞ്ഞാലക്കുട ടാണാവ്, അതാണ് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമുക്ക് ഈ ഒരു വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വഴികളും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ റൈറ്റിലെടുത്ത് ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലെ കംപ്ലീറ്റ് ഭാഗങ്ങൾ പൊളിച്ചുവിട്ടാ. ഇനി താത് ഈ കാണുന്ന ലെഫ്റ്റിലൊന്ന് പോയി കഴിഞ്ഞാൽ ക്രൈസ്റ്റ് കോളേജ് ആ ഒരു ഏരിയയൊക്കെ എത്തുവിട്ടാ. അപ്പോൾ ഫെയിമായിട്ടുള്ള നമ്മുടെ സിനിമ ഫെയിമായിട്ടുള്ള നമ്മുടെ ടൊവിനോ, അതേപോലെ തന്നെ മരിച്ചുപോയ നമ്മുടെ പഴയ MP-യും സിനിമ നടനൊക്കെ ആയിരുന്ന ഇന്ദ്രൻസിൻ്റെ വീടൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ടൊവിനോൻ്റെ വീടിൻ്റെ ആ ഒരു റേഞ്ചിലോട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രൈസ്റ്റ് കോളേജിലോട്ടുള്ള ലെഫ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ അതാണ്ട. അപ്പോൾ ടൊവിനോൻ്റെ വീടിൻ്റെ അവിടെയുള്ള വഴിയൊക്കെ ആ ഒരു ഭാഗത്ത് കാണാൻ നമ്മൾ വരുന്ന വഴി കാണാം. ബസ്സിലാണ് വരുന്നത് തന്നെ ടൊവിനോൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലൂടെയാണ് നമ്മുടെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ ഈ ഒരു ഭാഗം തുടങ്ങിയാണ് നമ്മുടെ ഈ ഒരു വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് PQC കഴിഞ്ഞിട്ടുണ്ട്, പേവിങ് കോൺക്രീറ്റ്, ക്വാളിറ്റി കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ടോപ്പ് ലെവൽ എത്തി എന്ന് പറയാം. അപ്പോൾ MCP ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. MCP ഇൻ്റർനാഷണൽ ഓഡിറ്റോറിയം റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് കൊടുങ്ങല്ലൂർക്കുള്ള ഭാഗത്ത് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഓരോ ലെയറായിട്ട് ഈ PQC കഴിഞ്ഞ ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തിരുന്നു കേട്ടോ. അതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി റൈറ്റ് കാണുന്ന ഭാഗം പഴയ റോഡാണ്. അപ്പോൾ അതിങ്ങി പൊളിച്ച് രണ്ടാമത് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കുത്തിപ്പൊളിച്ച് ഇളക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ശില്പിക്കാരെ പുത്തൻ വണ്ടിയാണ് പോകുന്നത് കേട്ടോ. പാഞ്ഞുത്തിയാണ് പോകുന്നത് കേട്ടോ. വേറെ രക്ഷയില്ല, വൺ സൈഡ് മാത്രം ട്രാഫിക് ഉള്ളൂ. അപ്പോൾ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങനെ പോയി കിട്ടും. അപ്പോൾ എന്തായാലും പണി കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നോക്കിയാൽ ഹൈറ്റ് നോക്കിയ ശേഷം നമ്മുടെ LNCയും അതേപോലെ തന്നെ PQC ഒക്കെ കഴിഞ്ഞ് റോഡ് ആ റൈറ്റ് സൈഡിൽ റെഡി ആയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഈ പഴയ നമ്മുടെ ടാറിങ് റോഡ് മാന്തി തേണ്ട ഈ ഒരു ഫോമിലോട്ട് ആക്കി എടുക്കണം. ഇത് മാറ്റി അവർ സ്ട്രോങ് ചെയ്ത് നല്ല സ്ട്രെങ്തൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മെറ്റലൊക്കെ ഇട്ട് നമ്മുടെ ഡ്രൈവ് ലൈൻ കോൺക്രീറ്റ് ചെയ്യണം കേട്ടോ. ചില DNC ചെയ്യണം. DNC ചെയ്തതിന് ശേഷമാണ് PQC ചെയ്യുന്നത് കേട്ടോ. PQC ചെയ്യുമ്പോൾ ഈ ഒരു ഫോമാറ്റ് നമ്മുടെ മാപ്രാണ ഷാപ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഉണ്ടെന്ന് കണ്ടത്. ഇപ്പോൾ നമ്മൾ മാപ്രാണ സെൻറ്ററിലോട്ട് എത്തി. മാപ്രാണ റൈറ്റ് കയറിപ്പോയാലും നല്ല വ്യൂ കണ്ടി. ഇപ്പോൾ ഒരു മരം നിൽക്കണ ആ ഒരു ഭാഗമൊന്നും കാണില്ല. മാപ്രാണം ഭാഗം തുടങ്ങി നമ്മുടെ റൈറ്റിൽ റോഡിൻ്റെ വർക്കുകൾ
പഴയ ലെഫ്റ്റിൽ കാണുന്നത് പഴയ റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ റൈറ്റിൽ മാന്തിയായിട്ട് DNC ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈവ് ലൈൻ കോൺക്രീറ്റ് മാത്രം ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭാഗ്യം കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ കണ്ടാൽ അറിയാൻ പറ്റും. സമയം ഇപ്പം നല്ല ഉച്ച 12-12:15 നേരത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ട് നമുക്ക് ഈ ഒരു വഴി കൂടെ പോകാനായിട്ട് സാധിക്കും കേട്ടോ. അല്ലാത്ത പക്ഷം പ്രത്യേകിച്ച് മോർണിംഗും വൈകിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഈ സമയത്ത് ബസ്സുകളും കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈ ഒരു സമയത്ത് പറത്താനായിട്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ കിടന്നാൽ തന്നെ നമുക്ക് പാടങ്ങളും പാടശേഖരങ്ങളൊക്കെ കാണാം കേട്ടോ. നമ്മുടെ മാപ്രാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചധികം നല്ല ഭൂപ്രകൃതിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ കാണാം. തൃശ്ശൂർ, ഊരകം, തൊട്ടിപ്പാള് ആ ഒരു ഏരിയ. നമ്മുടെ ഈ തൃശ്ശൂർ ഭാഗം നോക്കി ഇനി അങ്ങോട്ട് മലകളും കുന്നുകളൊക്കെ കാണാം. അകലായിട്ടല്ലേ ഒരു ചെറിയ മലമുകളിൽ എന്തോ ഒരു വെള്ളപ്പൊട്ട് പോലെ കാണുന്നുണ്ടല്ലേ. ഇനി ഈ ഒരു മാപ്രാണം തുടങ്ങി അങ്ങോട്ട് നമ്മുടെ പെരുമ്പാവൂർ പോകുന്ന ഒരു ഫീലൊക്കെ തന്നെയുണ്ട്. കൂടുതലും മരക്കടകളും ഓട്ട് കമ്പനികളും ഫർണിച്ചറിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെയുണ്ട്. ഈ ചൊവ്വൂരൊക്കെയാണ് കൂടുതലും ഈ മരശാലകളും മരപ്പണിക്കാരും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഒരു ഏരിയ. അതേപോലെ തന്നെ ഊരകം ആ റേഞ്ചൊക്കെ എത്തുമ്പോൾ സ്വർണ്ണപ്പണിക്കാരൊക്കെ കൂടുതലുള്ള ഏരിയ എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ താക്കോൽക്കാരൻ, പുല്ലോക്കാരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിനിമകളിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റേഞ്ച് ആ പാലക്കലൊക്കെ എത്തുന്ന സമയത്ത് ഈ കൂടുതൽ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ റൈറ്റിലും ലെഫ്റ്റിലൊക്കെ ആയിട്ട് അതിമനോഹരമായ കാഴ്ച. ലെഫ്റ്റിലൊരു പള്ളി കഴിഞ്ഞു. നമ്മളിതാ മുന്നോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറത്തിപ്പോകുമ്പോൾ പ്രധാനമായിട്ടുള്ള സ്റ്റോപ്പുകൾ നല്ലത് പുത്തൻതോട് പാലം തോന്നുന്നു കേട്ടോ കഴിഞ്ഞു പോയത് നമ്മൾ. അപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് പുത്തൻതോട് തന്നെ പാലമായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വിഷ്വൽ ഇതാ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഈ ഒരു ഭാഗത്തും റൈറ്റിലൊക്കെ ആയിട്ടല്ലേ പാടങ്ങളും ചെറിയൊരു കായലിൻ്റെയൊക്കെ ഒരു പുഴയുടെയൊക്കെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. തൃശ്ശൂർ കൊടുങ്ങൽ റൂട്ടിൽ ഇത്രയും ഫെയിം ആയിട്ടൊരു സ്പോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതേ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കേട്ടോ. അപ്പോൾ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ് കരുവന്നൂർ പാലം നല്ല രസമുണ്ടല്ലോ ഈ ഒരു പാലത്തിന്. വിഷ്വലി വേദം എന്ന് പറഞ്ഞ വണ്ടിയാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങൽ റൂട്ടിലൊക്കെ ഓടുന്ന ഇൻസ്റ്റാ ഫെയിം ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് വേദം. നമ്മുടെ ഒരു അയൽപക്കക്കാരൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒരാളോട് വണ്ടി കൂടി ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്ക് പറത്താണ്ട് സാധിച്ചില്ല. അപ്പോൾ ഏകദേശം കരുവന്നൂർ ഭാഗം കഴിഞ്ഞത് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ആറാട്ടുപുഴ. റൈറ്റിലാണ് ആറാട്ടുപുഴയുടെ ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടൊരു കവാടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആറാട്ടുപുഴയുടെ ഇങ്ങനെ അടുത്ത നമ്മുടെ വൈറ്റ് റോഡ്, ന്യൂയോർക്ക് മോഡൽ വൈറ്റ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആറാട്ടുപുഴ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള വീഡിയോയിലുള്ള പോലെ തന്നെ സൈഡിലായിട്ട് ഇതേ പേവിങ് ടൈലിൻ്റെ വർക്കുകൾക്ക് വേണ്ടി ഇവിടെ മെറ്റലൊക്കെ നിരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്ക് കഴിഞ്ഞ ഭാഗങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നല്ല വീതി നമുക്ക് തോന്നും കേട്ടോ. നമ്മുടെ ബിൻസി അല്ലല്ലേ, വേറെ വണ്ടിയാണ് പോയത്. അപ്പോൾ ഓക്കെ, നമ്മുടെ വണ്ടികൾ ഇങ്ങനെ നിരന്തരമായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരകം ഭാഗത്തോട്ടാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. ഊരകം സ്റ്റോപ്പാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഊരകം ഭാഗത്തെ വിഷ്വലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ആ ഒരു ഭാഗത്തോട്ടൊക്കെ വണ്ടി പോകുന്നുണ്ട് മക്കളെ. അപ്പോൾ ഈ ഊരകം ഭാഗത്ത് റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാ. റൈറ്റ് സൈഡ് മാത്രം നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിൻ്റെ പണികൾ ഏകദേശം മുഴുവനായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ലൈൻ മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. രണ്ട് സൈഡിലും പേവിങ് ടൈലുകളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറുക്കാഞ്ചേരി വരെ ഏകദേശം റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ്ഡ് ആയി എന്നുള്ള രീതിയിലാണ്. എന്നാലും ഭാഗികമായിട്ട് പല സ്ഥലത്തും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറുക്കാഞ്ചേരി ആ ഒരു റീച്ചിലൊക്കെ വർക്കുകൾ തുടങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്തൊന്നും താത്തി പറത്തി നമ്മുടെ റോഡിൻ്റെ നല്ലൊരു ഭാഗം കാണിക്കാനായിട്ട് സാധിക്കുന്നതല്ല. ഏകദേശം 50 മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോഴും നമ്മുടെ ഡ്രോണ് പറത്തുന്നത് കേട്ടോ. നമ്മുടെ ആ ടോക്കിങ്ങിൽ അത് ഇത് എന്നൊക്കെയുള്ള ചില സംസാര ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് റിപ്പീറ്റേഷൻ മോഡായിട്ട് വരുന്നത് ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ പ്രോപ്പർ കൊടുങ്ങല്ലൂർക്കാരനാണ്. അപ്പോൾ എറണാകുളം തീരദേശം ടച്ച് ചെയ്തിട്ടുള്ളൊരു സ്ലാങ് കൂടി നമ്മുടെ ഭാഷയിൽ കയറി വരും. അതുകൊണ്ട് തന്നെ ചില ഭാഗത്തുള്ളവർക്ക് അതൊരു ഇറിറ്റേഷനായിട്ട് തോന്നണം. ചിലരെന്നോട് പേഴ്സണലി ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളുടെ ഒരു സ്ലാങ് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാറുണ്ടെന്നൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളോട് ക്ഷമിക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു ഇതങ്ങനെ ആയിപ്പോയി അല്ലേ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പാലക്കൽ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ. ഒരുപാട് വെഡ്ഡിങ് ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഭാഗമാണ്. മുൻപ് ഈ പാലക്കലിൽ നിന്ന് റൈറ്റിലോട്ട് കയറ്റി വിട്ടിട്ടായിരുന്നു നമ്മുടെ വണ്ടികളെ വിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഊരകം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് നമ്മുടെ പെരുമ്പിള്ളിയിലൊക്കെ ശേരിയിലൊക്കെ ചെന്നിട്ടായിരുന്നു മുൻപ് വണ്ടി കയറുന്നത്. ഇപ്പോൾ ഇടക്കും ചില സമയങ്ങളിലൊക്കെ റോഡ് പണി നടക്കുന്ന സമയത്തൊക്കെ ആ ഒരു ഭാഗത്ത് കൂടെയൊക്കെ വണ്ടികൾ വിടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പാലക്കൽ പാലവും ആ ഒരു ഭാഗമൊക്കെ കാണുന്ന നല്ല മനോഹരമായ ആംബിയൻസ് ആണ് കേട്ടോ. സത്യത്തിൽ ഈ ഒരു ഭാഗത്ത് ചില സമയങ്ങളിൽ കാണുമ്പോൾ ഒരു വെറൈറ്റി ഫീൽ തന്നെയാണത്. ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ പോകുന്ന ആ റൂട്ടിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെയുള്ള റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് തട്ടിക്കൂട്ട് ലെവലിലാണ് സെറ്റ് ചെയ്തത്. പക്ഷേ ഈ റോഡ് പണി വന്നപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെ വിട്ടപ്പോൾ ആ റോഡിൻ്റെ അവസ്ഥയും ഷോക്കായി. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറുക്കാഞ്ചേരി ഈ ഭാഗത്താണ് കേട്ടോ. നമ്മുടെ ഈ റീച്ച് അവസാനിക്കുന്ന ഏകദേശം 35 കിലോമീറ്റർ റോഡ് പണി അവസാനിക്കുന്ന ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ കേട്ടോ. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ചാനലിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. ഗുഡ് ബൈ.